കിടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്, അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ? എന്തിന്? എന്റെ എല്ലാം ഇവിടല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ? കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെന്ന് വെച്ചു. ധൈര്യമായി കിടപ്പോ. ഒരു സന്ധി നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനും ഒന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാതെ എണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ. അല്ലാതെന്ത് സംഭവിച്ചത് ഞാൻ പറഞ്ഞത്. വലിക്കാനെ ആനങ്ങോട്ട് വലിയാനെ. ആ, നീ വലിക്കാനെ. നീ വലിയാനെ. നീ വലിക്ക പിടിയാനെ. റെഡി പ്ലീസ്. സ്മൈൽ. വിളിക്കടാ. സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ എന്താ ഇങ്ങനെ? ഹായ്, നേരെ നില്ലാനെ. മൂപ്പര് നല്ല കളിയിലാ. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്നതാണ്. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണ കേട്ടു, പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല. എന്താണ് വിളിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വാർത്തു, അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റകൾ കാണില്ല. അതൊരു നേക്ക. നാക്ക് നിന്റെ എല്ലിപ്പൊ വെള്ളായനെ. എന്റെ തൂവാലയും പോയി. ചേട്ടാ, 2 ചായ. ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 പോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം. ബസ് കയറ്റിയ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം. വാടൂ. ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ കണാരേട്ടൻ. അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ പറഞ്ഞിണ്ടാ? ബസ് ഏറ്റവും ലോറി കിട്ടും, നീ വാ. ഞാനില്ല. കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ പറഞ്ഞിണ്ടോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാ. നീ ഓളൊന്ന് കണ്ടു നോക്ക്. നീ എവിടെ പോയി തുഴഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല. എവിടെ? ഇവൻ നേരെയാവില്ല.
കടുപ്പത്തിൽ 2 ചായ. ആ കഴിക്കാനും എന്തെങ്കിലും എടുത്തോ. അയ്യോ കൊല്ലണേ ഓടി വന്നേ അയ്യോ നീ പണച്ചോനെ ഓടി വന്നേ അയ്യോ വണ്ടി വന്നേ അയ്യോ ഞമ്മക്കിത് ആടില്ല നോക്കി നിൽക്കാ, ഓടാ. ഓടി വാടാ ഇങ്ങോട്ട്. എന്താ? അയ്യോ അയ്യോ വിളവാടാ. എന്റെ രാജു, നീ പണ്ടാറങ്ങാൻ എനിക്കറിയോ ഓക്കിപ്പോ ഒരു കെട്ടിയുള്ളത്. എന്താ ഉണ്ടായത്? അവൻ കത്തിയെടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി. പുറത്തിറക്കാൻ വരെ വഴി കാണണ്ടേ? മാരണം, അയാൾക്ക് അപകടമല്ലോ. മാഞ്ഞോണം പറഞ്ഞിട്ട് കയ്യിലുള്ള കാശെടുക്ക്. ഉള്ളത് എടുക്കണ പാല. എന്നെ കൂടെ കഴിയുമ്പോ കേട്ടല്ലടാ. ഉള്ളത് താ പാല, നിന്റെ ഉള്ളതാ. വല്ല ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ. നേരം കളയല്ലേ. അവനെവിടെ? എനിക്കറിയില്ല. നീ പറയില്ല അല്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെവിടെ? എനിക്കറിയില്ല. കോക്കാനെ പിടിക്കാനുള്ള വല്ല കെണിയുണ്ടാക്കാൻ വയ്ക്കോ അച്ഛന്? ഇനിയിപ്പൊ ഇതിനിടെ കൂടെ ഒരു കോക്കാനും കൂട്ടി കയറില്ല. ഒരെണ്ണത്തിനെ കൊല്ലാന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. ഇപ്പോഴോ? ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയായിരുന്നു അച്ഛാ. ആ കോക്കാനെങ്കിലും നിന്റെ കോഴിയുടെ ഇറച്ചി തരാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. എനിക്കില്ലെങ്കിലും. അച്ഛന്റെ കൊതി കൊണ്ടാ അതിന് പറ്റിയത്. ബാല, നിന്റെ വലിയ റൈറ്റ് വേണുണ്ട്. നീ വിടാനേ, നീ വെള്ളത്തിയാനേ. ഈർച്ചപ്പൊടിക്കല്ലാണ്ട് എന്തിനാ ഇവിടെ വരിക? ആ മുളയൻ ചെക്കനെ അയക്കായിരുന്നില്ലേ? അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല. രാത്രിക്ക് മീനുണ്ടോ മോളെ? അറിഞ്ഞൂടാ. ഉണക്കമാന്തലിന്റെ ഒരു വെള്ളം ഉണ്ടാവില്ലേ? പണിക്കാരുടെ പ്രാഗ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാ ബാല കണാര മൂപ്പരോട്. നിർത്താൻ ബാല, ബാലന് സ്പെഷ്യൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവൻ ഊണിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല. ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി? ആർക്കാ കിട്ടിയതാ പുണ്യേട്ടാ? പൊടിയെടുത്തില്ലേ? നടന്നോ. ഇവിടെ ചുറ്റി തിരിയാണ്ട് വേഗം പോവാൻ. ആ ബാല, കുട്ടിക്ക് ഈ മോഡലിന് എന്താ വിലയെന്നേ പറയേണ്ടത്. വല്ലാത്തൊരു കമ്പം തന്നെയാണ് കേട്ടാ. ഇതൊക്കെ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കണേ? പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും പറഞ്ഞ നേരത്ത് നീ അതിന്റെ ഇടയിൽ കിടന്ന് തിരിയണത് കണ്ടു. വേണ്ട. തിരക്കുള്ളപ്പോ ഒന്ന് സഹായിക്കണേൽ എന്താ തെറ്റ്? തെറ്റുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ. രാജി ഇവിടാ നോക്ക്. പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരൊക്കെ. അവർക്ക് ഓരോന്നൊക്കെ തോന്നും. അത് തന്നെ. അതാ ഇപ്പൊ നന്നായേ. എന്ത് മണം? അവർക്ക് ഓരോന്ന് തോന്നിയ എനിക്കെന്താ? ഇപ്പൊ വല്ല മണവും തട്ടണ്ട. രാജി, രാജി മോളെ, രാജി
ഞാൻ ആരാ ഈ രാജി? ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു. രാജിയെ സ്വപ്നം വല്ലതും കണ്ടിട്ടാവും അല്ലേ? വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒന്നും തിരിഞ്ഞില്ല. നാട്ടിലാണോ രാജി? രാജി ഇപ്പോഴില്ല, പിന്നെ എവിടെ ഉണ്ട്? മരിച്ചുപോയി. ഇറങ്ങണം കയറണമുണ്ട്. അത് പനി വിടണ ലക്ഷണ. ഓരോന്നൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്. എന്നെ കൊണ്ടൊരു ശല്യം അല്ലേന്നാണ് കേട്ടാ. ഏയ്, ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ. വേറൊരു സ്ഥലം എന്നുള്ള വിചാരം വേണ്ട. താഴ്ത്തങ്ങാടി രാവുണ്ണിയെ വിളിച്ചോണ്ടെന്നല്ലോ. കളരി മരുന്ന് അയാളുടെ ചികിത്സ. ചുക്കാപ്പിയാ. പനി കുറവുണ്ട്. എന്തേ? ഒന്നുമില്ല. രണ്ടാളും എന്തേ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട്. ഒക്കെ ആയിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല. രാത്രി വെള്ളദാഹം തോന്നിയാൽ ഇതിലുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട്. തലചുറ്റി വീഴുവോ? ആ രാഘവൻ എവിടേക്ക് പോയി? വയ്യാത്തടത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട. മൂത്രം ഒഴിക്കണം തോന്നിയ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ആവാ. രാത്രി നേരമല്ലേ? പഴയ പെട്ടിപ്പാട്ടില്ലേ, അതിപ്പോ വാങ്ങാൻ കിട്ടുമോ നാട്ടില്? ബാലിന് മനസ്സിലായോ സാധനം? പെട്ടിപ്പാട്ട്. അതെന്തിനാ ഇപ്പൊ അച്ഛന്? പണ്ട് മനക്കലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് ചെറിയൊരു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മയ്ക്ക്. ഇപ്പൊ വേറെ സാധനം ഉണ്ടച്ചാ. റേഡിയോ കേൾക്കുകയും ചെയ്യാം, കാസറ്റ് ഇട്ട് പാട്ട് പാടിക്കുകയും ചെയ്യാം. കാസറ്റ് എന്നാ പറയാ, അതിലും പാട്ട് തന്നെ. ഓണക്കാലത്ത് മനക്കല് പാട്ടും കളിയുണ്ടാവും. കുഞ്ഞാത്തൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു. സന്ധ്യക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോ ഞാനിങ്ങനെ പരിങ്ങി അടുത്തു കൂടും. നല്ല നേരം അച്ചാൽ 36 പാടി തന്നു വരും. കേട്ടിരിക്കുമ്പോ കാടാണ്, മലയാണ്, നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും. വയ്യ, കിടക്കട്ടെ. ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെ കരയും. എപ്പോഴും അച്ഛനാ വിചാര. ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും. മരിച്ചുപോയവരെ പറ്റി അധികം ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത്. ഇഷ്ടമുള്ളൊരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും. അത് അവർക്കും കഷ്ടമല്ലേ? കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കുക അപ്പൊ നല്ലത്. ആ രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെ അതെടുത്തിടുന്നത്. ഏതായിരുന്നു ആ കുട്ടി?
വേണ്ട, ഒന്നും പറയണ്ട. കൂപ്പിൽ ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടനുണ്ടായിരുന്നു. കണാരേട്ടന്റെ മോള രാജി. 3 കൊല്ലം ഞാൻ അവിടെ പണിയെടുത്തു. വലിയ ഇഷ്ടായിരുന്നു അല്ലേ? ഉം. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു. മരിച്ചിട്ടില്ല അച്ചാലല്ലേ? കല്യാണം കഴിച്ചു ഞങ്ങള്. എന്നിട്ടാ മരിച്ചത്? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ, അന്ന് രാത്രി. എന്റെ ഈശ്വര, എങ്ങനെ എങ്ങനെ മരിച്ചു? ബാലൻ ഉറങ്ങിയില്ല അല്ലേ? ഇല്ല. രാത്രി ഇക്കാലത്ത് ഒരു ഈറൻ കാറ്റുണ്ട്. ദേ ഇതുകൂടെ പൊതിച്ചോളൂ, നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവുന്ന തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവനെ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ടാ പേടി, ആളുകളെ പേടി, അറിഞ്ഞ തത്വജ്ഞാനം ഒക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്? വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ? ഉദ്യോഗവും കോപ്പും ഉള്ളവരാരും ഇവിടെ പെണ്ണ് തെരഞ്ഞു വരുമെന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കീഴ്ക്കാവ് വാര്യത്തെ എന്ന് പറയാം, പേരുള്ള വീട്, ആൾക്കാര്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണൂന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്ന് വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ? ഹോ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല? ആ